ധന്യനായ കർത്താവിന്റെ മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. പ്രഭാതത്തിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു. എൻ്റെ മനോവിശ്രം ഹിതമായി ഞാൻ എൻ്റെ കാലുമൊക്കെയും സാവധാനതയോടെ നടക്കും. ക്രിസ്ത്യ രാജാവിന്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ സാവധാനത്തോടെ നടക്കും എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ചരിത്ര വസ്തുത ഇതിന്റെ പിന്നിലുണ്ട്. ഹിസ്കിയ രാജാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഹിസ്കിയ രാജാവിന്റെ പിതാവായിരുന്ന ആഹാസിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരും. ദിനവൃത്താന്ത പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 20 വർഷത്തോളം ഇസ്രയേൽ ഭരിച്ച രാജാവായിരുന്നു ആഹാസ്. ആഹാസ് ഒരൊറ്റ രാജാക്കന്മാരും ചെയ്യാത്ത ദുഷ്പ്രവൃത്തി ചെയ്ത ഒരു കഠിന മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ആഹാസ് എന്ന് പറയുന്ന ഹിസ്കിയാവിന്റെ പിതാവ്. ഇദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന് ഭരണം ഏറ്റെടുത്ത ആ സമയത്ത് തന്നെ യെരൂശലേം ദേവാലയത്തിന്റെ വാതിലുകളെല്ലാം അടച്ചു. യെരൂശലേം ദേവാലയത്തിലെ യാഗപീഠത്തെ എല്ലാം അശുദ്ധമാക്കി. യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ മുഴുവൻ തച്ചുടച്ചു കളയുവാൻ കൊണ്ടോടെയായി. യെരൂശലേം ദേവാലയത്തിൽ എമ്പാടും അന്യദേവന്മാർക്ക് ബലി കഴിക്കുവാനുള്ള ബലിപീഠങ്ങൾ ഉണ്ടാക്കുവാൻ കൊണ്ടോടെയായി. ഇത്രത്തോളം ദുഷ്പ്രവൃത്തി ദൈവത്തിന് വിരോധമായി ചെയ്ത ഒരു ഇസ്രായേൽ രാജാവ് അവിടെ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം മരിച്ചപ്പോൾ പോലും ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിൽ ഈ ശവശരീരത്തെ പോലും രാജ്യത്തെ ജനങ്ങൾ വെച്ചില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. കഠിന മനസ്സുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ഹിസ്കിയ രാജാവ്. ഹിസ്കിയ രാജാവ് ഭരണമേറ്റെടുത്ത ആരംഭത്തിന് അതിന്റെ 1-ാമത്തെ ദിവസം തന്നെ യെരൂശലേം ദേവാലയത്തെ അദ്ദേഹം തുറക്കുകയാണ്. യെരൂശലേം ദേവാലയത്തെ തുറന്നു. യെരൂശലേം ദേവാലയത്തെ 7 ദിവസം കൊണ്ട് ലേവ്യരായ പുരോഹിതന്മാരെ കൂട്ടുവരുത്തി യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ച് യെരൂശലേം ദേവാലയത്തിൽ ഈ യാഗം കഴിക്കുവാനുള്ള ക്രമീകരണം ചെയ്തു. എന്ന് പറഞ്ഞാൽ തന്റെ പിതാവ് ദൈവത്തിന് വിരോധമായി പ്രവൃത്തി ചെയ്ത് അന്യദേവന്മാർക്ക് ബലിപീഠങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ അത് ചെയ്യുവാനായി കൽപ്പന കൊടുത്ത് ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി യെരൂശലേം ദേവാലയത്തോട് അദ്ദേഹം ചെയ്ത തിന്മ ഏറ്റവും വലിയതായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. പക്ഷെ തന്റെ പുത്രനോ അപ്പൻ ചെയ്ത പ്രവൃത്തിക്ക് എതിരായിട്ടുള്ള പ്രവൃത്തി ചെയ്തു. ഹിസ്കിയ രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദാവീദ് രാജാവ് എങ്ങനെ ഏകാഗ്രതയോടെ ഭയത്തോട് യഹോവയെ സേവിച്ചു, അതേപോലെ യഹോവയെ സേവിച്ച ഒരു ദൈവഭക്തനായിരിക്കുന്ന രാജാവെന്ന് കാണുവാനായി കഴിയും. പക്ഷെ തന്റെ ഭരണമേറ്റെടുത്ത സമയത്ത് തന്നെ യെരൂശലേം ദേവാലയത്തിന് ഭരണത്തിന്റെ സുവർണ കാലഘട്ടം ആലയത്തെ കുറിച്ചുള്ളതായിരുന്നു, ദൈവത്തെ കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹത്തിന് മരിക്കത്തക്ക രോഗമുണ്ടായതായും യെശയ്യാപ്രവാചകനിൽ കൂടി ദൈവത്തിന്റെ ആലോചന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി മരണത്തിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ വിടുവിച്ചതെന്നൊക്കെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ആ സമയത്ത് അദ്ദേഹം പാടിയ പാട്ടാണ് എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ സമാധാനതയോടെ നടക്കും, കാരണം എൻ്റെ മനോവ്യസനം അങ്ങനെയുള്ളതാണ്. ദൈവത്തിന്റെ ഇതില് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഹിസ്കിയാവിനെ പോലെ മനോവ്യസനങ്ങൾ ഭാരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നിന്റെ മനോവ്യസനത്തിനുള്ള കാരണം? നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി. അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, എന്റെ കൃപ നിനക്ക് മതിയെന്ന് അപ്പോസ്തലനോട് ദൈവം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ബന്ധനിമിത്തം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കൃപ നിനക്ക് മതി എന്നേ പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്കില്ലാത്ത തരത്തിലുള്ള മനോവ്യസനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലൊരു ദൈവിക കാരണമുണ്ടാകും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ദൈവഭക്തി. ഇവിടെ ഹിസ്കിയ രാജാവ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹോവേ, ഞാൻ നിന്റെ തിരുസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോട് നിന്നെ സേവിച്ചു, നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ചെയ്തതൊക്കെ നീ ഓർക്കേണമേ എന്ന്
അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഹിസ്കീയാ രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്കീയാ രാജാവിന് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ഞാൻ സമാധാനതയോട് നടക്കുവാൻ തക്കവണ്ണമാണ് എന്റെ ദൈവം എനിക്ക് ഈ മനോവ്യസനം തന്നിരിക്കുന്നത് എന്ന് ഹിസ്കീയാ രാജാവ് എന്ന ദൈവഭക്തന് മനസ്സിലായി. അതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഞാനിങ്ങനെ സമാധാനതയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ കഠിന മനസ്സുള്ളവനായിരുന്നു. എൻ്റെ അപ്പൻ മറ്റുള്ള രാജാക്കന്മാർ ചെയ്യാത്ത തിന്മ ദൈവത്തിന് വിരോധമായി ചെയ്തു. ആ അപ്പന്റെ മകനാണ്. ഞാൻ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനോവ്യസനമാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവകാലമൊക്കെ ഞാൻ നിഷ്കളങ്ക മനസ്സോട് സമാധാനതയോട് നടക്കണമെന്നുള്ള ഒരു ബോധം ഈ രാജാവിന്, ദൈവഭക്തനായ രാജാവിനും, ദൈവത്തിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത വ്യസനവും വേദനയും നോവലും നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ നീ ദൈവത്തോട് ചോദിച്ചോണ്ട് എന്താ കർത്താവേ മറ്റുള്ളവർക്കില്ലാത്ത ഒന്നെന്റെ ജീവിതത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തരുത്. ഇന്ന കാരണം കൊണ്ടാ കുഞ്ഞെ മറ്റുള്ളവർക്കില്ലാത്ത. കാരണം നീ എൻ്റെ കൂടെ നിൽക്കണം. നീ എൻ്റെ കൃപയിൽ ആശ്രയിച്ച് എന്നോട് ചേർന്ന് ജീവിക്കണം. അതിനു വേണ്ടിയാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ വെച്ചിരിക്കുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ഭാരവും നമ്മുടെ ജീവിതത്തിന്റെ സകല സങ്കടങ്ങളും അതോടുകൂടി ഒഴിഞ്ഞു നിൽക്കുവാൻ കൊണ്ട് ഇടയാകും. നമുക്ക് ബോധ്യമാകും ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചില വേദനകളോ, ചില മുറിവുകളോ, ചില കഷ്ടങ്ങൾ, ചില സങ്കടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്നു. കാരണം ഞാൻ ദൈവകൃപയിൽ നിന്ന് സമാധാനത്തോടെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്തവനായി, ഇടർച്ച വരുത്താത്തവളായി ദൈവകൃപയിൽ ഞാൻ സൗമ്യതയോട് ജീവിക്കുവാൻ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ല ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതെന്നുള്ള ഒരറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ കൊണ്ട് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അല്ലെ നമുക്കും പറയുവാൻ കഴിയും, സാക്ഷ്യം പറയുവാൻ കഴിയും. ഹിസ്കീയാവ് പറഞ്ഞതുപോലെ എൻ്റെ മനോവ്യസനം എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ അപ്പൻ ചെയ്ത കഠിന പ്രവൃത്തി ചെയ്യാതെ, എൻ്റെ അപ്പൻ ചെയ്തതുപോലെ ദൈവത്തിന് വിരോധമായി ചെയ്യാതെ എൻ്റെ ജീവകാലത്ത് സമാധാനത്തോട് നടക്കുവാനാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്ന് ഭവിച്ചിരിക്കുന്നുള്ള ബോധം നമ്മുടെയും ജീവിതത്തിലുണ്ടാകും. അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ കൊണ്ടുകൂടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ